ഇവിടെ ബി ജെ പിക്കെതിരായിട്ടുള്ളൊരു പൊതുവേദി രൂപപ്പെട്ടു വരികയാണ്. ആ പൊതുവേദിയെ ശക്തിപ്പെടുത്താനുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന ആ പൊതുവേദിയെ ശക്തിപ്പെടുത്തുന്നതാണോ? ആ പൊതുവേദിയെ ദുർബലപ്പെടുത്തുന്നതാണ്. ആ പൊതുവേദിയെ ദുർബലപ്പെടുത്തുന്നത് ആർക്ക് വേണ്ടിയാണ്? ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ്. ബി ജെ പിയെ എതിർക്കാനുള്ള ത്രാണിയും കരുത്തുമില്ല. ഇവിടെ കേരളത്തിൽ വന്നിട്ട് വയനാടാണ് മത്സരിക്കുന്നത്. വയനാട് ആർക്കും മത്സരിക്കാം. എന്നാൽ ബി ജെ പിയെ ചെറുക്കുന്ന നേതാവാണെങ്കിൽ വാരാണസിയിൽ പോയി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായിട്ടൊന്ന് മത്സരിക്കാമായിരുന്നില്ലേ? ഇനി അതുമല്ലെങ്കിൽ അമേഠി പോയി മത്സരിച്ചുകൂടായിരുന്നോ? എന്തിനാ ഇവിടെ വന്ന് മത്സരിക്കുന്നത്? കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വാധീനമുള്ള നിർണായക ശക്തിയുള്ള സംസ്ഥാനം. ബി ജെ പി സംഘപരിവാർ ശക്തികൾക്കെതിരായി, അവരുടെ ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരായി പൊതുവേദിയെ ശക്തിപ്പെടുത്താൻ എല്ലാ സംഭാവനകളും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇവിടെ പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഗവൺമെൻറ്റാണ്. അതുപോലെ പൗരത്വ രജിസ്റ്റർ നിയമത്തിൻ്റെ ഭാഗമായി ഇവിടെ കോൺസെൻട്രേഷൻ ജയിലുണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞ സംസ്ഥാനമാണ് കേരളം. എന്ന് മാത്രമല്ല, CAA നിയമം ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞപ്പോഴും കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം എങ്ങനെയാണ് ചോദ്യം ചെയ്യുക? പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം എല്ലാവരും അനുസരിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് CAA പൗരത്വ ഭേദഗതി നിയമം മതത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്ന നിയമം അംഗീകരിക്കുകയും അത് ശരിയാണെന്ന് വാദിക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ എടുക്കുന്നത് ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടാണ്. ബി ജെ പിക്കെതിരായിട്ട് ശക്തമായി പൊരുതാനുള്ള ത്രാണിയൊന്നും കോൺഗ്രസിന് ഇന്നില്ല. ആ നിലപാട് അവരിന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ദേശീയ ഐക്യത്തിന് തന്നെ, ദേശീയ രംഗത്ത് ബി ജെ പി വിരുദ്ധ സഖ്യത്തിന് തന്നെ ദോഷം ചെയ്യും. ഇപ്പോൾ ഡൽഹിയിലെ അരവിന്ദ് കേജ്രിവാൾ മുഖ്യമന്ത്രി, അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ മുഖമാണ്. അദ്ദേഹം ഇന്ത്യയിൽ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്നൊരു നേതാവായി വളർന്നു വന്നു. ഡൽഹിയിൽ അഴിമതിക്കെതിരായി പൊരുതിയിട്ടാണ് കേജ്രിവാൾ, അദ്ദേഹത്തിൻ്റെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വിജയിച്ചു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയായത്. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ മാത്രമല്ല, സമീപ സംസ്ഥാനങ്ങളിൽ പഞ്ചാബിൽ ഗവൺമെൻറ് രൂപീകരിച്ചു. ഇന്ത്യയിലെ വടക്കേ ഇന്ത്യ സംസ്ഥാനങ്ങളിൽ സ്വാധീനം നേടുന്നു. അങ്ങനെ ഇന്ത്യയുടെ ഒരു പ്രത്യേക മുഖമായി ജനങ്ങളിൽ പൊതുവെ മതനിരപേക്ഷത, ജനാധിപത്യ പാർട്ടികളിൽ അംഗീകാരമുള്ള നേതാവായിട്ട് വളർന്നു വരികയായിരുന്നു. അദ്ദേഹത്തെ ഭയപ്പെടുകയാണ് ബി ജെ പി. അദ്ദേഹത്തെ ഭയപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് നേരെ കുറ്റമാരോപിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ്. പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകും. എങ്ങനെയാണ് ആ കേസിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്? കോൺഗ്രസിൻ്റെ ഡൽഹി പ്രദേശ് കമ്മിറ്റിയുടെ പരാതിയുടെ മേലെയാണ്. അവിടെ മദ്യനയ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ് അന്ന് ഉന്നയിച്ച പ്രശ്നം, എന്തുകൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പരാതി കൊടുത്തു കോൺഗ്രസ്. ആ കോൺഗ്രസ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്നത്. ഇപ്പോൾ അവർ പുറത്ത് വന്ന് രണ്ടാമത്തെ ചില വകുപ്പുകൾ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളൊന്നും അനുകൂലിക്കുന്നില്ലെന്ന് പറയാനും പോലും അവർക്ക് ധൈര്യമില്ല. അതാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് കേജ്രിവാളിനെ പോലെയുള്ള ദേശീയ രംഗത്ത് ഉയർന്നു വരുന്ന നേതാക്കളെ പോലും അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെക്കാൻ ബി ജെ പിക്ക് പ്രചോദനം കൊടുത്തിട്ടുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അവരെന്ത് ബി ജെ പി വിരുദ്ധ ദേശീയ ഐക്യമാണ്? ആ ദേശീയ ഐക്യത്തെ ദുർബലപ്പെടുത്താനുള്ള നിലപാടാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. അത് ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതം സംശുദ്ധമാണ്. അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പരാതി പറയാനുണ്ടോ? എന്തെങ്കിലും ആക്ഷേപം ഉന്നയിക്കാനുണ്ടോ? രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല? എന്തിനാ ചോദ്യം ചെയ്യേണ്ടത്? എന്തിനാ അറസ്റ്റ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ പേരെ ആരോപണം ഉന്നയിക്കാൻ കുറേ കാലമായില്ലേ പുറപ്പെട്ടിട്ട്? എന്തെങ്കിലും നടന്നോ?